അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിള് സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്ന് അറിയത്തില്ലെന്ന് ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ്. സത്യമായ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന്. ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് അറിയത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 7:27. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ വരവിന് അങ്ങനെ ഒരു ഫിനോമിനുണ്ട്. അതായത് എവിടെ നിന്നാണ് വരിക, ആരിലൂടെയാണ് വരിക എന്നറിയത്തില്ലെന്ന്. കർത്താവ് എന്നിട്ട് പറയും, അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരിക എന്ന് പറയും. മത്തായി 24:44. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. പറഞ്ഞേ, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അപ്പൊ ഇത് ക്രിസ്തു എവിടുന്ന് വരുന്നു, ആരിലൂടെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോണ്ട് നോ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ആരിലൂടെയും വരാം, ക്രിസ്തു എപ്പോഴും വരാം. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ ക്രിസ്തു ആരിലൂടെയും വരാം, എവിടെ നിന്നും വരാം, ഏത് സമയത്തും വരാം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവങ്ങളില്ലേ, നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഓർക്കും വളരെ നല്ല. ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നതിൻ്റെതാണ് ഇല്ലേ. ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷെ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണത് പലപ്പോഴും. അത് നിങ്ങൾ മനസ്സിലാക്കണത്. നെഗറ്റീവ് ചാനൽ. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കണത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ 3 മാസം മുമ്പ് അപ്പം പോയി, യാത്രയായി, തീർന്നു. പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. ഞാനൊരു നിക്കറിട്ട് സ്വന്തമായിട്ടാണ് സെമേരി ചേർന്നത്. ആരുമില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു. ആകപ്പാടെ കൊന്ത പോലും അറിയാൻ പാടില്ല. കർത്താവിൻ്റെ മാലാഖ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. രക്ഷാകര സംഭവങ്ങൾ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ്. എന്താണ്? ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ, അപ്പം മരിച്ചത്. പിന്നെ എന്താണ് അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ്? എന്താ എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി. നിൻ്റെ അപ്പൻ മരിച്ചാലും
നിന്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്ത ഒരു ആളാണ് ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമിനാരി തന്നെത്താൻ വന്ന് ചേർന്നത്. അത് കാരണം എനിക്ക് എപ്പോഴും പേടിയുണ്ടാവും. എന്താ കാര്യം? നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് വീട്ടിലാരുമില്ല, ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ, സ്വകാര്യതയ്ക്കൊരു സെക്യൂരിറ്റി ഇല്ല. നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടാവും. നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണത് എങ്ങനെയാണ്? അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനവും സംവിധാനവും കൊടുക്കുന്നുണ്ടാവും. ഇതില്ലാതിരുന്ന കാരണം എനിക്കാകപ്പാടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം. ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിങ്ങുള്ള ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിലില്ല. സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് ഇതിനെ ഒന്ന് അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും സത്യമാണ്. പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത്, എൻ്റെ അപ്പം 12 മണി പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തിട്ടും വന്നിട്ട് അപ്പം കണ്ണീരിട്ട് 12 തിരി കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തന്നെയാണ് ബൈബിള്, അപ്പം തന്നെയാണ് വേദപാഠ പുസ്തകം. അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ശ്രദ്ധിക്കട്ടെ. മാതൃകയാകുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞിന് എന്തോ ചെവി കേൾക്കാൻ പാടില്ല. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞത്, ചെവി മൊത്തമല്ല, അല്പം കേൾക്കാൻ പാടില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത്, കുഞ്ഞിന് ഭയങ്കര പേടിയാണ് അച്ഛാ, ഇരുട്ടിനെ പേടി, സ്വരത്തിൽ സംസാരിച്ച പേടി, അതാണ് ചീട്ടൽ എഴുതി വെച്ചിരിക്കണത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തി. ഞാൻ പറഞ്ഞു, തള്ളേ, ആദ്യം നിങ്ങളുടെ നിലവിളി നിർത്ത്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഒരു അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കാര്യം ഞാൻ ഓൺ ദി സ്പോട്ടിൽ പറയത്തില്ല ആൾക്കാരോട്, പിന്നെ വെച്ചിട്ട് പറയാൻ നമുക്ക് ആളെ കിട്ടത്തില്ലല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു യോഗ്യതയുമില്ല. എന്താ കാര്യം? ഇവർ എന്തെങ്കിലും നിസ്സാര കാര്യമാകുമ്പോൾ തന്നെ ആനമൂത്രം പോലെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. ഈ പെറ്റ കുഞ്ഞ്, ആ കുഞ്ഞുനാൾ മുതൽ ഇവരുടെ കണ്ണും കരച്ചിലും കണ്ട് ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി. കുഞ്ഞിന് പേടിയായി. ഇനി ഇവർ വേണമെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും, പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യത്തില്ല. മാക്കാൻ പനു കൊക്കോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കത്തില്ലേ? എന്തെങ്കിലും ചോറ് തെറ്റിക്കാനാണെങ്കിലും മുല കൊടുക്കാനാണെങ്കിലും കുടിക്കുക, നമ്മളെ പേടിപ്പിക്കുക. കുഞ്ഞുങ്ങളുടെ പേടിയെല്ലാം നിങ്ങൾ അമ്മമാരായിട്ട് പകർന്നിട്ടാണ്. പക്ഷെ ചില അമ്മമാരുണ്ട്, നല്ല ചങ്കൂറ്റം പോലെ നിൽക്കും. കൊച്ചു താഴെ വീണാൽ പോലും ആ തരതാഴ്ത്തുമെന്നുള്ളതാണ്. കൊച്ചുങ്ങളെ വീഴും, അതൊക്കെ തരതാഴ്ത്തുമെന്നുള്ളത്. നമ്മൾ ചെന്നാൽ മാത്രമേ നിലവിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ കൊച്ചു തരതാഴ്ന്നിട്ട് വരുവേ. നമ്മൾ എൻ്റെ അമ്മ മകളെന്നും പറഞ്ഞാൽ ഓടി ചെല്ലുമ്പോഴത്തേനും കൊച്ചു കയറാൻ തുടങ്ങും. നമ്മൾ ചെല്ലാനുണ്ടെങ്കിൽ കയറാൻ തുടങ്ങും കൊച്ചിനെ, കാരണം സ്വരം കിടും. നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആരും അമ്മ, നിങ്ങൾക്കറിയാമോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു നോക്കിയിട്ട് അങ്ങോട്ടും കൊച്ചു അമ്മനെ കണ്ടില്ലെങ്കിൽ തന്നെത്താഴ്ന്നിട്ട് വരും ആ സംഭവം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തണം ഒന്നും ചെയ്യരുത്, മാനുഷികമായ ഭാഷയെ പറഞ്ഞാൽ. പക്ഷെ ദൈവം തൻ്റെ പുത്രൻ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്ത് ഡാമേജ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല.
താമറിനായാലും റൂത്തിനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവും ലോകാത്മാവും ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആണ് ഒത്ത ആളായിട്ട് ദൈവത്തിന് കിട്ടിയത്. മറിയം ചില്ലറപ്പുള്ളിയല്ലേ. മറിയം എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്ന് മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത് സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ? മറിയത്തിനെ വിട്ടങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. എത്ര 4000 കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെ എടുത്തിരിക്കണത്. അപ്പം ആൾ ചില്ലറപ്പുള്ളിയൊന്നും അല്ലല്ലോ. അതാണ്. പക്ഷേ ആളെ മനസ്സിലാക്കണം നമ്മൾ ആദ്യം. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞതെനിക്ക് മനസ്സിലായി, ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്, ഇത് 10-33 കൊല്ലത്തെ പദ്ധതിയാണ്, ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളേ, ഞാൻ കുരിശിൻ്റെ ചുവട്ടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം. കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. കാരണം സംസാരിച്ചുകൊണ്ട് കാര്യമില്ലാത്ത വിഷയമാണ്. അതെന്ത് ചെയ്യും? അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ പെസഹാപ്പത്തിലൊക്കെ കുരിശ് വെച്ച് വരത്തില്ലേ? അപ്പം കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ തന്നെ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങൾ അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല. അമ്മ മിണ്ടാണ്ടിരിക്കും. എന്താ കാര്യം? ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത്. ചെറിയ യാത്രയല്ല. ഇതിപ്പോൾ ടൈമിൽ ചെയ്ത് തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ്. മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു, അപ്പ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, പരിശുദ്ധാത്മാവിനോട് പറയണ്ടേ, എനിക്കിതിനകത്ത് ഒന്നേ പറയുന്നുള്ളൂ, ഇനി എന്തെല്ലാമൊക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്ത് ചെയ്യണം? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മയാണെന്ന് ലോകത്തോട് പറയണത്. എന്താണ് കാര്യം? മറിയം ദാവീദിൻ്റെ വംശം ജനിച്ചു, രാജകീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യമുണ്ട്, തറവാട്ട മഹിമയുണ്ട്. മറിയം ആസാനൊന്നും പറയണില്ല. ബൈബിളാണ് ലൂക്കായും മത്തായും ഒക്കെ മറിയത്തിൻ്റെ രാജകീയമായിട്ടുള്ള പാരമ്പര്യമൊക്കെ പറയണത്, തറവാട്ട മഹിമ പറയണത്. അമ്മ പറഞ്ഞ് ഈ തറവാട്ട മഹിമ പുസ്തകത്തിലെ പുലി പോലെ, പുസ്തകത്തിലെ പശു പോലെയാണ്, ഇതൊന്നും പുല്ല് തിന്നത്തില്ല. നമുക്കറിയാം നിൻ്റെ മഹിമകളൊന്നും പുല്ല് തിന്നത്തില്ല. അതുകൊണ്ട് അമ്മ എന്ത് പറയും? ആ സംഭവമൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റണത്. എനിക്കിതേ പറയാനുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴെന്ത് പറയും? അപ്പം നീ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിരിക്കും. കയ്യടിക്കടെ സ്തുതിക്കടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഡോക്ടർ അള്ളിൻ ആ സാക്ഷ്യത്തിലെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അതെന്ന് എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഞാൻ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈശോ തരണമനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇവർ അവസാനം പറയുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്. ഇവർ പറയണത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പറയും, നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യമാകാം, പക്ഷേ എനിക്കിതൊരു ജീവിതമാണ്. എന്ത് രസം കേൾക്കാൻ. അപ്പോൾ എന്ത് ചിന്തിച്ചാണ് അവർ പറയണത്? നിങ്ങൾക്ക് പലരും പറയണ പോലെ ഇതൊരു സാക്ഷ്യമായിട്ട് വരും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവിതമാണ്. ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ദൈവം എന്നെ വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന എൻ്റെ ജീവിതമാണിത്. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു ഭൗതികമായ സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത് ചില പറയല്ലോ, ഈ പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിച്ചാൽ പിന്നെയും പ്രശ്നം കൂടുകയുള്ളെന്ന് ചിലർക്ക് പറയും. ചില വിഡ്ഢികൾ പറയത്തില്ലേ, ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുകയാണല്ലോ ആൾക്കാർ പറയണത്. ചിലർക്കത് ശരിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ഊക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ നേടാനുള്ള ഒരു കൂടുതൽ ഒരു ചാൻസ്, ഒരു പരുവപ്പെടൽ ഉണ്ടെങ്കിൽ, ഒരു 30 മേനി വിളയുമെങ്കിൽ ക്രിസ്തു നോക്കും അത് 60 മേനിയാക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. 60 മേനി കൃപ വിളയണ ആളാണെങ്കിൽ ക്രിസ്തു പറയും 100-ന് ചാൻസ് ഉള്ള ആളാണ്, വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ? നെഗറ്റീവ് അനുഭവങ്ങളാണ്. നമ്മളപ്പോൾ എന്ത് ബുദ്ധിയില്ലാത്തത് പറയും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഉപവസിച്ച് രോഗികളെ കണ്ട് അവരെ പരിചയിച്ചിട്ട് അവസാനം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണല്ല നേട്ടങ്ങളും സാക്ഷ്യങ്ങളും. എന്നെയൊക്കെ സംബന്ധിച്ച് അത്തരം വളർച്ച എനിക്കില്ലല്ലോ എന്ന് പറയും. ശരിയാണത്, ശരി, തെറ്റില്ല അതിനകത്ത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നീ 60 മേനിക്ക് അയച്ചില്ലേ, അപ്പം നീ തൃപ്തിയല്ലേ? ക്രിസ്തു നിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത ആളാണ്. ക്രിസ്തു പറയും 100 മേനിക്ക് ചാൻസ് ഉള്ള ആളാണ്, റാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടിയാണ്, ഉഴപ്പിയിട്ടാണെന്ന് പറയും. അപ്പോൾ ടീച്ചർമാർ പറയത്തില്ലേ മോഡൽ എക്സാം കഴിയുമ്പോൾ പറയുന്നതേ റാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ള ആളാണ് കേട്ടോ, ഉഴപ്പരുതേ, സ്കൂളിൻ്റെ പേര് കളയരുതേ എന്ന് പറയും. ടീച്ചർമാർ പറയും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവിടെ അധ്വാനമല്ലേ, അവിടെ സ്കൂളിന് പേരുണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിലേക്ക് പിള്ളേരെ വിടത്തുള്ളൂ മാതാപിതാക്കന്മാർക്ക്. അവിടെ ജീവൽ പ്രശ്നമാണ്. അവിടെ മാത്രമല്ല, അവിടെ സ്ഥാപനത്തിന് ജീവൽ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെയും അത് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ എല്ലാവരുടെയും ഭാവിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിലവാരത്തിൽ നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് സാധാരണ ലേഡീസിനോട് സാധാരണ പുരുഷന്മാരോട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? എന്നിട്ടും നീ ഒരു വാക്കും മിണ്ടണില്ല. അത് ദൈവമല്ലേ, ദൈവത്തിന് ഇഷ്ടംപോലെ ചെയ്യത്തില്ല, ദൈവം കൈവിട്ട് കളയത്തില്ല, അതൊക്കെ ദൈവമല്ലേ, ഞാനെന്തിനാ അതൊക്കെ പറയണത്? കർത്താവ് ഇഷ്ടമുള്ള. അപ്പോഴേ ദൈവത്തിന് മനസ്സിലാവും ഇത് 30 മേനിയാണല്ലോ ഈ സംഭവം, ഇതിനെ 60 മേനിയാക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയും. കാര്യം ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാതിരിക്കുകയും പരാജയങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അപ്പോഴും വിശ്വാസത്തെ മുൻതൂക്കം കൊടുക്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെയും ക്ലേശങ്ങളുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് ഈ ശരീരത്തിൽ 4-5 രോഗങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അപ്പം തന്നെ അമ്മ 2 പഞ്ഞെടുത്ത് അമ്മ 2 ചെവിയിലും വെച്ചോണ്ടിരിക്കും, എല്ലാം പറഞ്ഞാ എന്നിരിക്കും, മിണ്ടത്തില്ല. ഞാൻ ഈ അഭ്യാസം എനിക്ക് നേരത്തെ അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ പറയാറുമില്ല. ഞാൻ ശുശ്രൂഷ മര്യാദ കൊണ്ടുപോയതിനുള്ള ശക്തി തന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. കാര്യം എന്താ? ആളെ ഞാൻ നേരെ കണ്ടതാണ്, എനിക്കറിയാം ഈ ജീവിതം പുച്ചുക്കും ചൂണ്ടാൻ പോകണമെന്ന്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമർ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ബൈബിളിൽ തുലനം ചെയ്യുന്നതിന് കമ്പാരിറ്റീവ് നടത്തുന്നത്, ഈ താരതമ്യം ചെയ്യുന്നതിന് ബൈബിൾ എതിരാണ്, വിഡ്ഢികളാണെന്നാണ് പറയണത്. താരതമ്യം ചെയ്യുന്ന ആൾക്കാർ ഭൗതികമായ വിഷയങ്ങളെ മാനദണ്ഡങ്ങളെ വെച്ച് താരതമ്യം ചെയ്യരുത്. 2 Corinthians 10:12 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഇപ്പം പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്നവരെ, ഇപ്പം തുലനം ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, ഞാനോ വലുത് നീയോ വലുത്. അതുപോലെ തന്നെ വീടുകൾ തമ്മിൽ തുലനം ചെയ്യും,
കാറുകൾ തമ്മിൽ തുലനം ചെയ്യും. നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ജഡിക മനുഷ്യരായി തുടരുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്രിസ്തുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാര്യം എന്താണ്? പരസ്പരം ജഡിക മനുഷ്യരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളെ ശരിക്കും പേര് കെട്ട വായി നോക്കികളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വായി നോക്കികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിൻ്റെ പിണിൻ്റെ മുഖത്ത് നോക്കണമല്ല. പുറത്തിറങ്ങിയ നിങ്ങളുടെ അടുത്തുള്ള വീടൊക്കെ എത്ര നിലയുണ്ട്, അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മുറിയുണ്ട്, അവിടെ കാർ ഏത് കമ്പനിയാണ് എന്നൊക്കെ നോക്കുക. അതായത് വായി നോട്ടം എന്ന് പറയണത്. ഇനി വായി നാറ്റം എന്നും പ്രധാനമുണ്ട്. പല്ല് തക്കാതെ നടക്കണ വായിക്കല്ല. എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ കുറ്റം പറയണ വായി നാറ്റം എന്ന് പറയണ. ഈ ഉടമ്പടി എടുത്തിട്ട് വായി നോട്ടവും വായി നാറ്റവും ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഈ ഉടമ്പടി റൈപ്പായി എടുക്കാൻ. കാര്യം നിങ്ങൾ ജഡിക മനുഷ്യരാണെന്ന് ദൈവം പറയും. കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ കെട്ടിയെടുത്ത് കാനഡയിൽ പോകാൻ പോണത് ആൻറ്റിയുടെ മക്കൾ പോയത് കൊണ്ടല്ലേ. അവർ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഉദ്യോഗസ്ഥൻ മേടിച്ചെങ്കിൽ അവർ നിങ്ങൾ പോകത്തില്ല. അവർ 10 പുത്തം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെയും നിങ്ങളുടെ കയ്യിൽ അഭ്യാസം കാണിക്കും. വലിയ ആവശ്യമില്ലെങ്കിലും വലിയ വീടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കയറി ഞങ്ങളെ നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ച് അവിടെ പോയെന്ന് പറയും. വല്ല കാര്യമുണ്ടാ? പിന്നെ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ തന്തയ്ക്ക് വിളിക്കും. അപ്പോൾ ഉടമ്പടി പഴയ മനുഷ്യരായിട്ട് തുടരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആ പേപ്പർ കൊണ്ടൊന്ന് ടിക്ക് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ജഡിക മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, സർവോപരി ഒന്നാമതായി ക്രിസ്തുവിനെ നേടുന്ന, ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ള കുപ്പയെ കരുതുന്ന ആത്മീയ മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കണത് എന്താണ്? നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ, തുലനം ചെയ്യുമ്പോഴേ. അതാ റോമർ 8:18 എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ അവിടെയാണ് തുലനം വരണത്. എന്തെങ്കിലും തുലനം ചെയ്യാനുണ്ടെങ്കിൽ വീട്, ജോലി, കാറ്, ആരോഗ്യം, സൗന്ദര്യം ഇങ്ങനെ അഴിഞ്ഞു പോണ കാര്യങ്ങളൊന്നുമല്ല തുലനം ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ തുലനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ജഡികരെന്ന് പറയും. ജഡാത്മാവിനെ ഇപ്പം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകാത്മാവിനെ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ്. ലോകത്തിൻ്റെ സന്തതികളാണെങ്കിൽ കവനൻ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും, അതായത് ലോകത്തിനും ഈ ലോകാരൂപി മൂക്കണാണ് ദുഷ്ടാരൂപി എന്ന് പറയണത്. നിനക്കറിയാലോ, ഒരിക്കലും ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി നമ്മളിലേക്ക് വരത്തില്ല. കാര്യം നമുക്ക് ജ്ഞാനസ്ഥാനം, കുംഭസ്ഥാനം, കുർബാനും, കൂദാശ ജീവിതമൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി കയറി പിടിക്കത്തില്ല. പക്ഷേ ദുഷ്ടാരൂപി അവിടെ ഒരു തന്ത്രം കാണിക്കുകയാണ് ചെയ്യണത്. എന്താ വെച്ചാൽ ലോകാരൂപിയെ കൊണ്ടുവന്ന് ആദ്യം പോസ്റ്റ് ഇടും. അവനെ പോസ്റ്റ് ഇടുന്നത് എന്താണ്? ലോകാരൂപിയെ കൊണ്ടുവന്ന് പോസ്റ്റ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ ഒരു ഇന്ന കോളേജിൽ പഠിച്ചു, എന്നിട്ട് അവൾ ഇവിടെ കുറേ കല്യാണമൊക്കെ വന്നതാണ്, ആ കല്യാണം ഒന്നും എടുത്തില്ല, എന്നിട്ട് അമേരിക്കൻ PR ഉള്ള ആളെ മാത്രമേ അവളെ കെട്ടിയുള്ളൂ. അത് കാരണം അവളും കൂട്ടുകാരെയും കൂടി ഫേസ്ബുക്കിൽ, വാട്സപ്പിലുമൊക്കെ അവർ രണ്ടും കൂടി അവിടെ ഇവിടെയൊക്കെ കറങ്ങണ ഫോട്ടോ ഇടുമ്പോൾ നീ ഓർക്കും, ദൈവമേ. ചില പറയും, അതിന് അവൾ പറയും, എടി പ്രസവിക്കണമെങ്കിൽ ഇവിടെ വന്ന് പ്രസവിക്കണം. എടി അയ്യോ ആണ്, അവിടെയാണ് പ്രസവിക്കേണ്ടത്. ഇത്രയും നാൾ ഇവിടെ പ്രസവിക്കാൻ നമ്മൾ വിചാരിച്ചിരിക്കരുത്. ഇപ്പം കൂട്ടുകാരത്തി പറഞ്ഞാൽ അവിടെ പോയി പ്രസവിക്കണം. അപ്പം അവിടെ വന്ന് പ്രസവിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അവിടെ വന്ന് പ്രസവിച്ചാൽ ഇവിടുത്തെ പിന്നെ മൊത്തം ആനുകൂല്യം കിട്ടും. ദൈവമേ, നമ്മുടെ കയ്യിൽ നിന്ന് കാഴ്ച പോകുമല്ലോ ഇവിടെ പ്രസവിച്ചാൽ. അപ്പം പിന്നെ ഐഡിയ മാറി. ഇവിടെ പ്രസവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാഴ്ച പോവില്ല. കാര്യം ഇപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിക്കാൻ പറ്റുക? പ്രസവിക്കാൻ കൊച്ചൊക്കെ പുറത്ത് വരുവേ. അതല്ല പ്രശ്നം. ഇവിടുത്തെ ബന്ധുക്കാർ കാണാൻ പറ്റത്തില്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് നമ്മളെടുത്ത് മെച്ചമായ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം മുറി ബുക്ക് ചെയ്യും. മുറി ബുക്ക് ചെയ്ത് എന്താ കാര്യം? എന്താ, ബന്ധുക്കൾക്ക് വരണ്ടേ, കൊച്ചിനെ കാണണ്ടേ, അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയ മുറി. അപ്പം നമ്മൾ ഓപ്പറേഷൻ എല്ലാം ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെല്ലാവരും അവരുടെ സ്റ്റാറ്റസൊക്കെ തൃപ്തിപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിഡ്നി കൊണ്ട് ആശുപത്രിക്കാർ പോകും. അതില്ല, അവരടിച്ച് മാറ്റി കഴുത്തേക്ക് ആശാകത്തല്ലേ.
ഒരു ദിവസം 16 രൂപയൊക്കെ 4000 3000 5 രൂപയൊക്കെ മുറുക്കി ചാർജ് വരികയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു അഭ്യാസമുണ്ട്. ഈ അഭ്യാസത്തിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്ന് ഓർക്കും. നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല. ഇതാണ് ലോകാരൂപി എന്ന് പറയണത്. ഈ ലോകാരൂപിയായിട്ടാണ് ആദ്യം വരണത്. ഇവൻ തലേ തുണിയിട്ടുണ്ട്, പാത്ത് കുടയും പിടിച്ചൊക്കെ വരും. അകത്ത് കയറി കഴിഞ്ഞിട്ട് കുടയും തുണിയും മാറ്റുമ്പോൾ മാതാവ് പിശാചാണല്ലോ ഇരിക്കണതെന്ന് അപ്പോഴും നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പം വരുമ്പോൾ അറിയത്തില്ല, ലോകാരൂപിയായിട്ടേ വരത്തുള്ളൂ. പക്ഷെ ഇവൻ അവിടെ ഇരുന്ന് മൂത്ത് ദുഷ്ടാരൂപിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദുഷ്ടാരൂപയായി കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാകുമ്പോഴും നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകും. അവിടെ പ്രശ്നം. അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അയ്യോ പിതാവിൻ്റെ പെൻഷൻ കിട്ടാതിരുന്ന ഭാഗം. ഇപ്പോൾ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിറഞ്ഞിറങ്ങും. അപ്പോൾ തള്ളക്ക് പെൻഷൻ കിട്ടില്ലെങ്കിൽ പോലും അമ്മയും മരുമക്ക് സന്തോഷമാണ്. ഒരു സന്തോഷ വാർത്ത എന്താണ്? അമ്മയുടെ പെൻഷൻ കിട്ടിയില്ലെന്ന്. അതല്ലേ, പണ്ട് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെമ്മക്കൾ മേടിക്കാൻ വേണ്ടി വരും. പിന്നെ ഈ പെമ്മക്കളുടെ അമ്മയുടെയും 10 ക്ലാസ് ഞാൻ കാണണം. തള്ളക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതേ സമയം ഞാൻ ഉടമ്പടി എടുത്തതാണ്. പക്ഷെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതൊരു കെറ്റിക്കാര്യമല്ലേ. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവും. പക്ഷേ എന്നാലും മരുമകൾ നാട്ടിൽ കെട്ടിയെടുത്ത് വീട്ടിൽ വരത്തില്ലല്ല. അവളുടെ അമ്മയുടെ കൂടി 10 ക്ലാസ് ഞാൻ കാണുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെൻഷൻ കിട്ടാത്തപ്പോൾ ഒരു സന്തോഷം. കിട്ടാത്ത നെഗറ്റീവ് കാര്യത്തിന് പോലും സന്തോഷം വരികയാണ്. ഇതിനാണ് ദുഷ്ടാരൂപി എന്ന് പറയുന്നത്. പിടികിട്ടിയ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ല? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നിൻ കൃപ മതിയെനിക്ക് നാഥാ നീ മതിയെനിക്ക് നിൻ കൃപ മതിയെനിക്ക് ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക് ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡോക്ടർ ആൽഡിൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ IELTS തോറ്റു. ഇവർ അത് കഴിഞ്ഞ് ആരോ പറഞ്ഞു OITക്ക് പോകാൻ. OIT നേഴ്സുമാർ പോണതാണ്, ഡോക്ടർമാർ പോണതല്ല ശരിക്കും പറഞ്ഞു. അപ്പം അവരവിടെ കുറഞ്ഞാലും ശരി ഇത് കിട്ടിയാവുന്ന പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് പോയി. അതിന് പോയെങ്കിലും അതിനും തോറ്റു. ഒരു MBBSകാർ OITക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കുക. അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും, എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. തോറ്റു. പക്ഷെ ആളിനൊരു ഗുണമുണ്ട്. എന്ത് തോറ്റെന്ന് പറഞ്ഞാലും ആധ്യാത്മികമായിട്ട് ഇവൾ തോക്കത്തില്ല. അവളും ഭർത്താവും കൂടി ഓൺലൈനിൽ ജോമാല ചെല്ലും. തോറ്റ ദിവസമായാലും ശരി സന്തോഷത്തോടെ ജപമാല ചെല്ലും. തോറ്റാലും നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ചില ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് തോൽവിയില്ല. അവിടെയാണ് വിഷയം വരുന്നത്. ക്രിസ്തു കൂടെ ഇല്ലെങ്കിലാണ് ഇതെല്ലാം തോൽവിയായിട്ട് വരണത്. പിന്നെ നിരാശയായി ചിലപ്പോൾ കെട്ടിത്തൂങ്ങിയെന്ന് വരും. ക്രിസ്തു കൂടെ ഉള്ളത് കാരണം തോൽവിയില്ല. അവിടെ ഇത് ചച്ച ഞാൻ തോറ്റു കേട്ടാ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്ത് ചെയ്യുമെന്ന് അമ്മക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊന്തയില്ലും അങ്ങനെ കുറച്ച് നാളൊക്കെ ജീവിച്ചും പറഞ്ഞ് ചച്ച ഞാൻ കയറി വരട്ടെ. എവിടെ? UK നമുക്ക് അവിടെ ഫ്ലാപ്പ് എഴുതാമല്ലോ. ഞാനവിടെ ഇവിടെ OIT IELTS കിട്ടാത്ത ആൾ അവിടെ പോയി എൻട്രൻസ് ടെസ്റ്റ് ഫ്ലാപ്പ് എഴുതാൻ പോയി. അവിടെ പോയി എഴുതി. UK പോയി ഫ്ലാപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന സംഭവം. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവവും, അതായത് 90 മാർക്കും കഷ്ടനരുടെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയാണ് കുറച്ച് അംബിഗ്യസ് ഉള്ളത്.
അപ്പോൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതായിരിക്കും ദൈവഹിതം എന്നൊക്കെ വിചാരിച്ച ആൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലാപ്പ് തോറ്റ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, ഒരാളുടെ അനുഭവം. അതാണ് ആൾഡിൻ പറയണത്, നിങ്ങൾക്കിതൊരു സാക്ഷ്യമാണ്, എനിക്കിതൊരു ജീവിതമാണെന്ന്. അതാണ് കാരണം. ഫ്ലാപ്പ് തോറ്റു. ഇപ്പം ഞാനിവിടെ അത് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു, ഫ്ലാപ്പിന് ജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അത്രയും സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവർക്ക്. എന്നിട്ട് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവരെന്താ വെച്ചാൽ ഇവർ വന്നേച്ചും ഇവർ ഫോണിലൂടെ കരയും. അമ്മയെടുത്ത് ഫോണെടുത്തിട്ട് സഹിക്കാൻ പറ്റാതെ കരയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, മകളെ, ജനിച്ച കാലം മുതൽ നിന്ന് വരെ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന്. നീ ഇപ്പം കരഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവമായി പോയില്ല. അതാണ് അവളെ കരയണ ആളല്ല, ശരിക്കും പറഞ്ഞാൽ ഗഡ്സുള്ള ആളാണ്. അമ്മ പറയും, ജനിച്ച കാലം മുതൽ ഇന്ന് വരെ നീ കരയണത് ഞാൻ കണ്ടിട്ടില്ല. നീ ഇപ്പം കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നണമെന്ന്. കാര്യം ഇവരുടെ അമ്മയുടെ ആത്മവിശ്വാസം പോകും. അമ്മയുടെ ആത്മവിശ്വാസം പോയാലും ഈ ക്രിസ്തു ഇവരിലുള്ള കാരണം ഇവളുടെ ആത്മവിശ്വാസം പോകത്തില്ല. ഇവൾ തിരിച്ച് UK നിന്ന് ഇന്ത്യയിൽ വരും, മദ്രാസിൽ വരും. മദ്രാസ് വന്നിട്ട് വീണ്ടും പരീക്ഷ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വീഴുമ്പോഴൊക്കെ എഴുന്നേക്കാൻ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളിൽ എന്റെ കൈ പിടിച്ചു ജീവിതം ജീവനേ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് ക്രിസ്തുജന്യമായ ക്ലേശങ്ങള് കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളുടെയും ചമ്മട്ടിപ്പാടുകളുടെയും മുൾക്കിടത്തിൻ്റെയും ഫലം ചെയ്യുന്നതാണ്. അതായത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും ക്ലേശങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ലാതെ നിൽക്കുകയും സത്യസന്ധമായി ജീവിച്ചിട്ടും നമ്മൾ കുരിശിൽ കയറേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ക്രിസ്തുജന്യമായ ക്ലേശങ്ങളെന്ന് പറയുന്നത്. ഈ ക്രിസ്തുജന്യമായ ക്ലേശങ്ങളുടെ അന്തരാർത്ഥങ്ങളെ നമുക്ക് വിവേചിച്ച് തരണമെങ്കിൽ വിസ്ഡം ഉണ്ടാകണം, ജ്ഞാനമുണ്ടാകണം. അതുകൊണ്ട് ആ ജ്ഞാനമെന്ന് പറയണത് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് അറിവാണ്, എന്തിനാണെന്നുള്ളതാണ് ജ്ഞാനം. മനസ്സിലായില്ലേ? അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. സംഭവിക്കണ എന്താണെന്നറിയാം, അത് അറിവാണ്. അറിവ് കൂടിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷേ സംഭവിക്കണത് എന്തിനാണെന്നറിയണം, അതിന് പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ ഇവൾക്ക് പരിശുദ്ധാത്മാവത്തിന് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഫോർമാറ്റാണ് ഇവളിലുള്ളത്. അതുകൊണ്ടാണ് ഇവൾ പതറാത്തത്. അവൾ കരഞ്ഞു എന്നുള്ള കാര്യം, അവളുടെ അമ്മയുടെ അടുത്ത് കരഞ്ഞത് നിസ്സാര കാര്യമാണ്. അവൾക്ക് സങ്കടം സഹിക്കാൻ വരാറത് കരഞ്ഞില്ല, അവളുടെ അമ്മയുടെ അടുത്ത് കരഞ്ഞു, അത് ഇറ്റ്സ്. പക്ഷേ എന്നാലും തൻ്റെ ദൗത്യങ്ങളിൽ നിന്ന് പിന്തിരുന്നില്ല. അവൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലോട്ട് പോരും. നാട്ടിൽ വന്ന് കൃപാസനം പത്രം മേടിച്ച് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ അമ്മയോട് പറയത്തില്ല. ഇവിടെ ആളിരിപ്പുണ്ടല്ലോ, പറയത്തില്ല. കാര്യം ഇവളുടെ മനസ്സിൽ ആത്മാവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി എപ്പോഴും എന്ത് ചെയ്യും? മിണ്ടത്തില്ലല്ലോ, സംസാരിക്കത്തില്ല. അപ്പോൾ ഇവിടെ മിണ്ടാതെ പോയിട്ട് കൃപാസനം തമിഴ് പത്രം മേടിച്ച് കൊണ്ടുപോയി ആ മദ്രാസിൽ എല്ലായിടത്തും കൊടുത്ത് ചേന്നേരെ കൊടുത്ത് വയ്ക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർ ഇവരുടെ കടുത്തേക്ക് അറിയാം. നിങ്ങൾക്ക് നാണമുണ്ടാ? ഈ 10 മതം മാറ്റമാണ്, ആന കൂന്നൊക്കെ പറഞ്ഞ് ഇവിടെ കടുത്തേക്ക് അറിയാൻ. അപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് എന്നോട് പറയണം. അവരോട് ഫൈറ്റാണ്, പത്രം കൊടുക്കാൻ വന്ന ആളാണ്.
അവരുടെ എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ നിങ്ങൾക്കൊരു പത്രം തരികയാണ്. 10,000 വായിച്ച് രക്ഷപ്പെടുന്ന ഒരു പത്രമാണ്. നിങ്ങളും രക്ഷപ്പെട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നോട് പറയണം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാകുമ്പോൾ അവർ വാങ്ങിക്കും. അപ്പോൾ നോക്കിയേ, അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ തന്നെ അയ്യോ അവർ വഴക്കിട്ടെന്ന് പറഞ്ഞ് നിലയം വിളിച്ച് അപ്പം തന്നെ ഓടി വന്ന് വീട്ടിൽ കുത്തിരിക്കുകയല്ല. അതാണ് സംഭവം. വഴക്കിട്ടേ എന്ന് പറഞ്ഞു, അയ്യോ അവരങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നിലയം വിളിച്ച് വിടും. എൻ്റെ അമ്മ ഇന്ന് എന്നെ പത്രം കൊണ്ട് ഇന്നപ്പോൾ അവരിങ്ങനെ വഴക്കിട്ടെന്ന് പറയും. വല്ല കഥയുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. തമ്പുരാൻ തന്ന പണിയാണെന്ന് ഓർക്കാനുള്ള ബോധം പരിശുദ്ധാത്മ വേണ്ടേ? പരിശുദ്ധാത്മ കൊണ്ടേ പറയാം, മകളെ ഇത് ഈശോ നേരിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇന്നത് ഈ പരീക്ഷ നീ തോക്കരുത്, മറ്റേ പരീക്ഷ ഒക്കെ എഴുതിയെടുക്കുക, ഇത് തോറ്റു കഴിഞ്ഞാൽ പണിയായിരിക്കും എന്ന് പറയും. ഇവൾ തോക്കത്തില്ല. അവൾക്ക് പരിശുദ്ധാത്മ ഉള്ള കാരണം പരിശുദ്ധ ഉപദേശം കൊടുക്കില്ല. പരിശുദ്ധ തോക്കത്തില്ല. അവർ പറയും, അവരെ ചോദിക്കുക എന്തുകൊണ്ട് നീ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ അവർ ജപജപൊക്കെ അടിക്കും. ഉടനെ ഇവർ പത്രം മേടിക്കും. എന്നിട്ട് വന്ന് പരീക്ഷ എഴുതും. പരീക്ഷ രണ്ടാമത് ഇവിടെ നാട്ടിൽ പരീക്ഷ എഴുതും. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ പരീക്ഷ എല്ലാം ഓക്കെ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മാനവരത്താൽ ആശ്വാസത്തിനാത്മാവേ വരണമേ, വിശ്വാസത്തിനാത്മാവേ വരണമേ, ആശ്വാസത്തിനാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എന്റെ ഹൃദയത്തിൽ വന്നു വാഴണേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എന്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഡോക്ടർ ആൾഡിനെ പറയുന്ന ഒരു വിഷയം, അവസാനം സാക്ഷ്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു വിഷയം, അവസാനത്തെ പരീക്ഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ടഫ് സബ്ജക്റ്റ്. അതാണ് നമ്മുടെ പോയിൻ്റ്. ഇത്രയും നാൾ ഞാൻ എഴുതിയ OET IELTS അവിടെ പോയി ഞാൻ ഫ്ലാപ്പ് എഴുതിയ എല്ലാം സിമ്പിളായിരുന്നു. ഫ്ലാപ്പ് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ തോറ്റുപോയി. ഞാൻ നാട്ടിൽ വന്ന് വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാര്യം ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമുള്ളത് അവസാനം മദ്രാസ് എഴുതിയ പരീക്ഷയാണ്. അപ്പം ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞു, ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണം എനിക്കറിയാൻ പാടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ തോക്കും. അത്രക്ക് മോശമായിരുന്നെന്ന് പറയും. നീ തോക്കുമോ ജയിക്കുമോ എന്ന് തീരുമാനിക്കണം നീയല്ല, ഉടമ്പടിയിൽ നിന്റെ ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. ആശ്വാസത്തിനാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എന്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടാണ് ഡോക്ടർ ആൽഡിൻ പറയണത്, അവസാനത്തെ പരീക്ഷയായിരുന്നു ഏറ്റവും മോശം. പക്ഷെ ആ അവസാനത്തെ പരീക്ഷ ജയിപ്പിച്ചത് ദൈവമാണ്. അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത്, നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന്. അതായത് ബട്ട് ബൈ ഗ്രേസ്. അവസാനത്തെ പരീക്ഷ എൻ്റെ മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, അത് ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിൻ്റെ കൃപയാൽ, എൻ്റെ യോഗ്യതയാലല്ല,
ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ ദൈവത്തിലെ ഓരോ തകർച്ചയും, ഓരോ തരത്തിലുണ്ടാകുന്ന നമ്മൾക്ക് വരുന്ന തട്ടുകേടുകളും നമ്മുടെ സാഹചര്യം എന്തുമാത്രം ബലഹീനമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും കൃപ പ്രവർത്തിക്കാൻ കാലമായി നമ്മളെ ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യാശ. മനസ്സിലായ മക്കളെ? ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കയറി ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും ശരിയാവുന്നു. അത് ശരിയല്ല, അത് മരുന്നല്ല, ഇനി മരുന്ന് ജർമ്മനിയിൽ നിന്ന് വരുത്തിക്കണം, അതുവരെ കൊച്ചുണ്ടാകുമെന്ന് അറിയാൻ പറ്റില്ല, വെൻ്റിലേറ്റർ കേറ്റർ ചെയ്യണം, ഒപ്പിട്ടേക്കാൻ പറയും. അപ്പോൾ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയിലൂടെ നമ്മൾ പോണത്. പക്ഷെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ കാര്യം? ആ ഉടമ്പടി ജെന്യുവനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് പരിശുദ്ധാത്മ വരും. കാര്യം ഉടമ്പടി ഗൈഡ് ചെയ്യണമെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ ദൈവത്തിൻ്റെ ഉടമ്പടി സംരക്ഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി വരും. അതായത് പ്രതികൂലമായ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞ് പ്രതികൂലമായ കാലാവസ്ഥയില് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പരിക്കില്ലാതെ നിറവേറ്റാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കണമേ, എന്നിൽ നിറയണമേ, എന്നെ നയിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്ക് ജെർക്കിംഗ് ഒക്കെ വരുന്നതും? നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബമ്പേ കയറും, ഹമ്പേ കയറും, പിന്നെ വണ്ടി വിറക്കും, പലതരത്തിലുള്ള തുള്ളലൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചില സമയത്ത് റോഡിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാണ്, അല്ലേ? റോഡിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഹമ്പും തുള്ളലൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മളുടെ ഉടമ്പടി റോഡ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങളിതൊരു ടൈം പാസ് പോലെ ചെയ്യും. കൂട്ടുകാർ വന്നപ്പോൾ എൻ്റെ വണ്ടിയെ കൂടി കയറിപ്പോയി, എന്നാൽ ഞാനും മനെന്ന് പറയും. ഉടമ്പടി എടുക്കണമെന്നവർക്കൊരു ബോധമില്ലേ? ഞാൻ കോമഡി പോലെയാണ് ഉടമ്പെടുത്തെന്നൊക്കെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞുവിടാ. കോമഡി പോലെയൊക്കെ ഉടമ്പെടുത്ത ദൈവം പിന്നെ കാലെപ്പിടി നിലത്തിട്ടിങ്ങടാ, പിന്നെ അടിയൊക്കെ കൊണ്ട് വെറുതെ ചുമ്മാ വന്ന് അവസാനം മുങ്ങി വന്ന് തേങ്ങി നിൽക്കണ കാണാം. ഇന്നലെയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഓക്കെ ആവില്ല. പക്ഷെ എന്നാൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷണത്തിനും ഉടമ്പടി ഉപ്പ് നോക്കാൻ വേണ്ടി ഇറങ്ങരുത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവമായിട്ട് റിലേഷനാണ്. ദൈവം ഇതിൽ നിന്ന് ഒത്തിരിയേറെ ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ വരുന്നത് എന്താണ് ഉടമ്പടി ക്രൈസിസ് എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ ക്രൈസിസ് ഓഫ് ദി കവനന്റ്? നിങ്ങളുടെ വഴി ഒന്ന്, ദൈവത്തിൻ്റെ വഴി വേറെ ഒന്ന്. ബുദ്ധിയുള്ള ജ്ഞാനി ദൈവത്തിൻ്റെ വഴികളെ പെട്ടെന്ന് സക്ക് ചെയ്യും. ബുദ്ധിയില്ലാത്ത ജഡികൻ ഇത് മനസ്സിലാക്കാതെ അവൻ്റെ വഴിയെ തന്നെ പോകും. അതുകൊണ്ടാണ് ഉടമ്പടി തുള്ളണത്. ചില ആൾക്കാർക്ക്, ചിലർക്ക് തുള്ളത്തില്ല. എന്തെല്ലാം ഉടമ്പടി പരാജയപ്പെട്ടാലും ഈ അൾഡിനെ പോലെ അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കും. കരയും, അത് അമ്മയുടെ അടുത്ത് മാത്രമേ കരയത്തുള്ളൂ. വേറെ ഇഷ്യൂസൊന്നുമില്ല. അവളുടെ പ്രവർത്തനങ്ങൾക്കോ ഉടമ്പടി ജീവിതത്തിനോ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ വരണത് നിങ്ങളുടെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണല്ലോ. നിങ്ങൾ ഓർത്തിരിക്കണത് ഈ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഉടമ്പടി യൂദാസ് പുരാളിൻ്റെ വെട്ടിക്കൊണ്ടുപോയി അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിടുമ്പോൾ ഉടനെ ഇതെല്ലാം സംഭവിച്ച് പിറ്റേ ആഴ്ച ഒരു സാക്ഷി കഥ എഴുതി കൊടുക്കുമ്പോഴുള്ള സിമ്പിൾ പരിപാടി അല്ല ഇത്. നിങ്ങൾ കൈ കൊടുക്കണം ദൈവമായിട്ടാണ്. അത് ദൈവം ഉൽപ്പത്തി പുസ്തക കാലം മുതൽ രൂപപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനുമായിട്ടുള്ള റിലേഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുകയായിരിക്കും. ഉടമ്പടി ഒരു ചൂണ്ട അല്ല. ദൈവമായിട്ട് കണക്കാക്കി ചെയ്താൽ ദൈവം പറയും, ഈ വിനിമയത്തിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എന്താ കിട്ടണമെന്ന് നോക്കും. ഇതെല്ലാം നീ നേടിയിട്ട് അവസാനം നീ ഭൂമി നിത്യതയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഉടമ്പടി നഷ്ടമായിരിക്കും. ലോകം മുഴുവനും നേടുന്നതിന് വേണ്ടി മനുഷ്യന് എപ്പോഴും അഭിവാഞ്ചം ഉണ്ടാകും. അപ്പം ലോകം മുഴുവൻ നേടിയാലും എന്താണ്? ആത്മാവ് നഷ്ടപ്പെട്ടാൽ
ഉടമ്പടി കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. നിങ്ങൾ ലോകത്തിൻ്റെ ഇപ്പോൾ എഴുതിയിരിക്കണം മുഴുവൻ ലോകകാര്യങ്ങളല്ലേ, വീട്, ജോലി, വിവാഹം, എല്ലാം, മക്കൾ, എല്ലാം ലോകകാര്യങ്ങളല്ലേ. അപ്പോൾ ഈശോ ചോദിക്കും, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവും നഷ്ടപ്പെട്ട. ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടി, ഉടമ്പടിയിൽ 6 കിട്ടി. പിന്നെ ഉടമ്പടി വെച്ച് കിരിക്കി കുത്തുകാരനെ പോലെ എല്ലാം ആടിയൻ ഒരു പൂവൊരു ക്ലാവറെന്ന് പറഞ്ഞ് വെച്ച് എല്ലാം അടിച്ച് മിന്നിച്ച് 7 കിട്ടി. 4 ഉടമ്പടിയും കഴിഞ്ഞ് 4 സാക്ഷ്യവും പറഞ്ഞ് ലോകം മുഴുവൻ നേടി. നീല ഉടമ്പടിയും തുള വെച്ചുകൊണ്ട് ചിറക്കണ ചില ഈ തിപ്പിശാസുക്കളുണ്ട്. നീല ഉടമ്പടിയാണ്. ഞാൻ ചോദിച്ചത് ആരാണ്? നിങ്ങൾ ബൈബിൾ വായിച്ചോ? ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ല. മാതാവേ, നീല ഉടമ്പടിക്കാർക്ക് ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ലെന്ന്. പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ദൈവം നിങ്ങളെ കാണണേ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു വണ്ടിവിട്ടൊക്കെ പറയും. അത് ഉടമ്പടിക്ക് എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടി ഒരു ഉടമ്പടി എടുത്ത് പുതുക്കി ഇരിക്കുകയാണ്. പത്രം മേടിച്ച് കൊടുത്താൽ മതിയില്ല, പുതുക്കി കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. ഈ തീറ്റ കൊണ്ട് ചീച്ചേനെ വേഗത്തില്ല. നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നത് അനുഗ്രഹമാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവത്തിന് എന്താ കിട്ടുന്നത്? ദൈവം തന്ന ആത്മാവിൽ നിങ്ങൾക്ക് കൃപ രൂപപ്പെട്ടിട്ടുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ ലാഭം. ഈ കച്ചവടത്തിൽ, വിനിമയത്തിൽ ദൈവത്തിൻ്റെ ലാഭം എന്താ? നിങ്ങളുടെ ആത്മാവിന് കൃപ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് കൃപയെന്ന് പറയണത്. നിങ്ങളുടെ ആത്മാവ് മുമ്പത്തേക്കാൾ ദൈവശക്തിയിൽ നിറഞ്ഞോ? ഈ ദൈവശക്തിയിൽ നിറയാൻ വേണ്ടി എപ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ഒരു പരീക്ഷണം നമ്മളെ ബലഹീനമാക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളെ ബലഹീനമാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബലഹീനമാകണത് പലപ്പോഴും. എന്തുകൊണ്ടാണ്? 2 കൊരിന്ത്യർ 12:9 ബലഹീനതയിലാണ് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പൊ ആത്മാവ് കൃപ ധരിക്കുന്നത് എപ്പോഴും നമ്മുടെ ബലഹീനതയിലായിരിക്കും, ഭൗതികമായ ലോസിലായിരിക്കും, ഭൗതിക നേട്ടത്തിലല്ല. അത് തന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്നൊരു 30 മേനി 60 മേനിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവൾക്ക് പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും. എന്താ കാര്യം? ഭൗതികമായ കോട്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ ബലഹീനമാകും. അവർ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കും. അതാണ് കൃപയെന്ന് പറയുന്നത്. നിങ്ങൾ 1 കൊരിന്ത്യർ 15:10 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവസാനം നീ പൗലോസിനെ പോലെ പറയണം. എന്താണ്? 1 കൊരിന്ത്യർ 15:10 ഒന്ന് പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ആത്മവിശ്വാസം ആദ്യം അടിച്ചു കളയണം. നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെ, ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ തറവാട്ട് മഹിമയാണ്, ഞാൻ എന്തായിരിക്കുന്നു ഞാൻ കഠിനാധ്വാനം ചെയ്തതാണ്. ചില ആൾക്കാർ അപ്പനോടും അമ്മയോടും പറയത്തില്ലേ, നിങ്ങളിങ്ങനെ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് ബുദ്ധി ഉണ്ടായി, ഞാൻ പഠിച്ചു, നിങ്ങളുടെ മകൻ പഠിച്ചില്ല, അത് ഞാനെന്ത് ചെയ്യണം? ഉടമ്പടി എടുത്ത് കാനഡയിൽ പോയിട്ട് തള്ളണേ. എന്താ പറയണത്? എടീ, അവൻ തേരാപ്പറ നടക്കണില്ലേ, അവൻ പഠിക്കാനുള്ള കാശ് കൊണ്ടാണ് നീ പഠിപ്പിച്ചത്. ഇപ്പം അവൻ താമസിക്കാനുള്ള വീടും നീ കടപ്പെടുത്തി എടുത്ത് അവനിപ്പോൾ പെണ്ണും കിട്ടണില്ല. നീ ആണെങ്കിൽ അവിടെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണം, ആരാണ്ടോട് സായിപ്പോട് കറങ്ങിടക്കണമെന്ന്. അമ്മയോട് ആരാണ്ട് പറഞ്ഞാൽ തെറ്റാ ശരിയാന്ന് അറിയാൻ പാടില്ല. അമ്മയും മകളും തമ്മിൽ കോർക്കും. അപ്പനും അമ്മയും മകളും, അപ്പനൊരിക്കലും അപ്പം ഭയങ്കര കാര്യത്തിൽ അപ്പന്മാരാണ് ചില പെമ്മക്കളൊക്കെ നശിപ്പിച്ചിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നശിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അപ്പന്മാർ പെമ്മകൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങളെ എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. അമ്മ ശാസിച്ചാലും ഇടി അവളെ വഴക്കുണ്ട്, അവളെ എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ അപ്പന്മാരും ഈ പെമ്മക്കളെ സപ്പോർട്ട് ചെയ്ത് അവസാനം ഇനി അപ്പന്മാർക്ക് തിരിച്ചു വരാൻ പറ്റുക? നിങ്ങൾ അപ്പന്മാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നശിപ്പിച്ചു, കളഞ്ഞു കുളിച്ചെന്ന് പറയാം. എന്ന് വെച്ചാൽ മകളുടെ വഴി തെറ്റി പോകുമ്പോൾ അമ്മയും പെണ്ണായത് കാരണം അമ്മയ്ക്കറിയാം ഇവളുടെ നടപ്പ് സ്റ്റെപ്പ് തെറ്റുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അമ്മ ഉടനെ ഓരോ കാര്യം എടുത്തിടുന്നിടി. പിന്നെ നാട്ടുകാർക്കോട് പറയിപ്പിക്കരുത് കേട്ടാ, നാട്ടുകാരെക്കൊണ്ട് പറയിപ്പിക്കട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അത് ചോദിക്കണില്ല. അപ്പനിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ഇവളെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ
അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടു പേർ കണ്ണീരെടുത്ത് ചോറ് വെള്ളിട്ടും അവൾ കൈ കഴുകാതെ പോയിരുന്നിട്ട് പോകും. അവൾ പോയി. നിനക്ക് വല്ല കാര്യമുണ്ട് അവളുടെ കരുത്തേക്ക് കയറാൻ? പാവം മകളെ വാടി കഴിക്കടിയെന്ന് അപ്പം പറയും പോലെ. അപ്പൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി കള്ളക്കണ്ണീരായിരുന്നത്. അവളുടെ തോന്നിയവാസത്തിന് അപ്പൻ്റെ ലൈസൻസ് വാങ്ങിച്ച് അമ്മയെ അടിച്ച് പുറത്ത് കളയാൻ വേണ്ടിയുള്ള പ്രകൃതം കാണിച്ചിരിക്കുന്നത്. അതിന് അപ്പം കൂട്ടു നിൽക്കും. അപ്പം അമ്മ അവിടെ നിസ്സഹായായി. അപ്പനും അമ്മയും കഴിഞ്ഞ അഭ്യാസം കാരണം ഇവളെന്ത് ചെയ്ത് ഇപ്പം എന്ത് ചെയ്ത് ആങ്ങൾക്ക് പെണ്ണുമില്ല, ജോലിയുമില്ല. അവരിങ്ങനെ മുടിയും വെള്ളത്തിൽ കഞ്ചാവും അടിച്ച് നടക്കുകയാണ്. കാര്യം എന്താണ്? കുറിച്ചൊരു കാര്യമുണ്ടാ? ഈ അപ്പനും അമ്മയും ഈ പെങ്ങളും കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ 10-35 വയസ്സായി. പെണ്ണ് കിട്ടുമ്പോൾ ചെറുക്കൻ എന്താ ജോലി? വീട് സ്ഥലവും മകളുടെ ജോലിന് വേണ്ടി വിദ്യാഭ്യാസ ലോണിന് വീട് വെച്ചിരിക്കുകയാണ്. ആരടക്കും? അവളടക്കണില്ല. കുടുംബം നശിപ്പിച്ച് കളഞ്ഞു. ഈ ആൾക്കാരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടേ. ഈ ദുഷ്ട ഉദ്ദേശത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ചില മുട്ട പൊരുന്നാതെ ചീഞ്ഞു പോകത്തില്ല. അതുപോലെ ഉടമ്പടി ചീഞ്ഞു പോകും. കാര്യം എന്താ? നിങ്ങളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നോക്കണത് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക നേട്ടം നോക്കുന്നു. ദൈവം എന്ത് നോക്കുന്നു? നിങ്ങളുടെ കൃപയുണ്ടാകുമോ എന്ന് നോക്കുന്നു. കൃപയുണ്ടാകത്തില്ല വർഗമാണെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സഹകരിക്കാൻ തയ്യാറല്ല. എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരുമ്പോൾ തന്നെ പ്രാർത്ഥന നിരക്കുന്ന പണ്ടാരമാണെങ്കിൽ ദൈവം ആ ചീട്ട് കീറും. നീ എങ്ങനെയും പോയി ജീവിച്ചോളാൻ പറയും. ഞാനിവിടെ പട്ടിക്കും കഴുതയ്ക്കും പൂച്ചയ്ക്കും എല്ലാം തീറ്റി കൊടുക്കുന്നുണ്ട്. അതുങ്ങളൊക്കെ പെറ്റ് പെരുകുന്നുണ്ട്. നീയും പെറ്റ് പെരുകും. നിനക്കും ജോലി കിട്ടും. പക്ഷെ നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് പറയും. എന്താ കാര്യം? നിത്യതയിൽ നിനക്ക് ഓഹരിയിലെന്നാണ്, കൃപയിലെന്നാണ്. നിനക്ക് അനുഗ്രഹമുണ്ട്. ദാറ്റ്സ് ഓക്കെ. അതിവിടെ അനുഗ്രഹം ആർക്കാണ് ഇല്ലാത്തത്? PSC ഒക്കെ ആൾക്കാർക്ക് കിട്ടുന്ന എല്ലാം ദൈവവിശ്വാസികളാണ്. നിങ്ങളവർക്കത് ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടിയാണ്. ദൈവം കസേര വിട്ടിരിക്കണമെന്ന് വിചാരിക്കരുത്. ദൈവം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കിയതിന് ശേഷം നിത്യതയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഓഹരി കിട്ടുമോ? അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഭൗതികമായ നേട്ടമാണ്. ഇത് തമ്മിൽ സംഘർഷം ഇടയ്ക്ക് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ദൈവം നിങ്ങളെ ക്ലേശിപ്പിക്കും ചില സമയത്ത്. ആ ക്ലേശങ്ങളിൽ നിങ്ങളെപ്പോഴും പിടിച്ചു നിൽക്കണം. അപ്പം ദൈവം ഒരു 30 മേനിയായിട്ട് നിങ്ങളെ കണക്കാക്കും. അവസാനം നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് നിങ്ങളെ തോൽക്കണ സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങളെ പൊക്കി കൊണ്ടുവരും. എന്താ കാര്യം? ദൈവത്തിൽ ആശ്രയിക്കുന്ന തോക്കാൻ സമ്മതിക്കത്തില്ല ദൈവം. അതാണ് എൻ്റെ വിഷയം. ദൈവം നിങ്ങൾ എല്ലാവരും നിന്നെ കൈവിട്ട് തോക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ ജീവിതം ഗതി പോയി, എൻ്റെ വിധി ഇതാണെന്ന് പറയുമ്പോൾ ഈശോ പറയും നിൻ്റെ വിധി ഞാനാണെന്ന് പറയും. ഞാനാണ് തീരുമാനിക്കണമെന്ന് പറയും. കാരണം മരണം പ്രഖ്യാപിക്കാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നം മരണം. അപ്പം ഞങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും അവൻ പരപിതാവ് ആ പരിഹാരം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ഉയർപ്പിച്ചുവെന്നുമാണ് നാം വിശ്വസിക്കണത്. അവനെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന കാരണം നമ്മൾ മരിക്കുകയില്ലെന്നും നമുക്ക് നിത്യജീവൻ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കണത്. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കണമെന്ന് നീ പറഞ്ഞാൽ ദൈവം അത് വരവ് വെക്കത്തില്ല. അവിടെയാണ് പ്രശ്നം. ഞാനും പറയും വിശ്വാസ പ്രമാണം ചെല്ലും. എന്താ കുഴപ്പം? ഒരു പുസ്തകം മേടിച്ച് ചെല്ലിയാൽ മതിയാ. അതുകൊണ്ട് കഥയില്ല. നിൻ്റെ കയ്യിലൊക്കെ വിശ്വാസ പ്രമാണത്തിൻ്റെ പുസ്തകമില്ലേ? അത് നീ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ്റെ മരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെയാണ് പ്രശ്നം. മരണം പ്രഖ്യാപിക്കാതെ, യേശുക്രിസ്തുവിൻ്റെ മരണം പ്രഖ്യാപിക്കാതെ സ്വന്തം സഹനങ്ങളിൽ കർത്താവിൻ്റെ സഹനത്തെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തെ നാമത്തിൻ്റെ മഹത്വത്തോടെ കൂട്ടുവെച്ചുകൊണ്ട് അത് കൃപയാക്കാത്ത ഒരു മരണപ്രഖ്യാപനവും ദൈവം അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ് വചനം പറയണത്? 2 കൊരിന്ത്യർ 4:10 എടുത്ത് ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 2 കൊരിന്ത്യർ 4:10 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് പറഞ്ഞേ,
യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ശരീരത്തിൽ മരണം സംവഹിക്കുന്നതാണ് ഉയർപ്പ് വിശ്വസിക്കുന്നതിൻ്റെ ആദ്യ പടി. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് രോഗമില്ല, എനിക്ക് തകർച്ചയില്ല, പരാജയമില്ല എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ മുദ്ര നിൻ്റെ ജീവിതത്തിലില്ല. ദാറ്റ് മീൻസ് യു ആർ നോ, നീ യേശു വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പോലും കർത്താവ് പറയും അത് വിശ്വാസയോഗ്യമല്ല. കാരണം അതിൻ്റെ പ്രോസസ്സ്, നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചെന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പോൾ ഉടനെ കർത്താവ് പറയും ആ 9ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കാണാത്തതെന്ന് പറയും. അയ്യോ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ആ 8ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അയ്യോ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. പിന്നെ 7ാം ക്ലാസ് അതുമില്ല. പിന്നെ എന്തെങ്കിലും 10ാം ക്ലാസ് പാസ്സാക്കണത്. അപ്പോൾ വല്ലയിടത്തും കള്ള സെറ്റ് വരും. ഇപ്പോൾ ചില ആൾക്കാർ പറയത്തില്ലേ യൂണിവേഴ്സിറ്റി ഓഫ്, നമ്മുടെ കേരളത്തിലത്തെ പേരൊക്കെ ഉണ്ടല്ല. പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ അറബിനെ പറ്റിച്ചിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റിക്കാർ ഈ ചങ്ങനാശ്ശേരി മുക്കിരിപ്പുണ്ടായിരുന്നു. അവരെന്ത് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ. ആ കൊമ്പരാടിയുടെ അത് വെറുതെ കളിയാക്കി പറഞ്ഞാണത്. പക്ഷെ ഇതുപോലെ നിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കണമെന്ന് പറയണത് ഇതുപോലെയുള്ള ഫ്ലോപ്പ് വിശ്വാസമാണ്. അപ്പം കർത്താവ് ചോദിക്കും അവൻ്റെ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ മരണത്തിൻ്റെ മുദ്ര പേറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ ക്ലേശങ്ങൾ നിലനിന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ നീ വിശ്വസിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. എൻ്റെ ദൈവത്തെ നമ്മുടെ ഓരോ സഹനവും വിശ്വാസിക്കുന്ന നേട്ടമാണ്. ക്രിസ്തു തന്നെ നിനക്ക് നേട്ടമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.